സിപിഎമ്മിനെതിരെ പരസ്യമായി പൊട്ടിത്തെറിച്ച് മുൻ എംഎൽഎ പത്മകുമാർ. സംസ്ഥാന സമിതിയിൽ പരിഗണന ലഭിക്കാത്തതിലാണ് പ്രതിഷേധം. ചതിവ്, വഞ്ചന എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. 52 വർഷത്തെ ബാക്കി പത്രമെന്നും പോസ്റ്റിൽ. വീണ ജോർജിനെ സ്ഥിരം ക്ഷണിതാവാക്കിയതിലും പത്മകുമാർ പ്രതിഷേധം അറിയിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, പത്മകുമാർ വലിയ പ്രതിഷേധത്തിലാണ്. നോക്കൂ, വീണ ജോർജ് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണ്. ചില ശുപാർശകളുടെ പുറത്ത് പാർട്ടിയിലേക്ക് കടന്നു വന്നു, MLA ആയി, മന്ത്രിയായി. ഇപ്പോൾ സംസ്ഥാന സമിതിയിൽ സ്ഥിരം ക്ഷണിതാവും ആയിരിക്കുന്ന ഒരു പ്രത്യേക ക്ഷണിതാവായി വന്നിരിക്കുന്ന ഒരവസ്ഥ. അതേസമയം 50 വർഷത്തോളം പാർട്ടി മുദ്രാവാക്യം ഏറ്റെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പത്മകുമാറിന് വലിയ അവഹേളന നേരിട്ടിരിക്കുകയാണ്. മനോജ്, വിവരങ്ങൾ. തീർച്ചയായും നീലിമ, കടുത്ത പ്രതിഷേധം തന്നെയാണ് മുൻ MLA കൂടിയായിട്ടുള്ള പത്മകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. 52 വർഷത്തെ ബാക്കി പത്രമാണ് ഈ ഒരു അവഹേളനം, അല്ലെങ്കിൽ ചതിവ്, വഞ്ചന, അവഹേളനം. 52 വർഷത്തെ ബാക്കി പത്രം ലാൽസലം എന്നാണ് പത്മകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പ്, അതായത് കഴിഞ്ഞ 2 ദിവസമായി തന്നെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. 3 ദിവസമായി ഈ ഓരോ സമയവും അദ്ദേഹം ഈ സമ്മേളന നഗരിയിലുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് കാരണം. കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൊഫൈൽ പിക്ചറും അദ്ദേഹം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ ജോർജിനെ സ്ഥിരം ക്ഷണിതാവാക്കിയതിനാണ് അദ്ദേഹം ഇത്തരത്തിൽ ഈ ഒരു പരാമർശം ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറെക്കാലമായി 50-ലധികം വർഷമായി പാർട്ടിയുടെ സജീവ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുൻപ് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നു. എന്തായാലും അത്തരത്തിലൊക്കെ പ്രവർത്തിച്ച ആ പ്രവൃത്തി പരിചയമുള്ള അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിനെ വിഷമത്തിലാക്കിയതെന്ന് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇന്ന് ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് ഈ സമ്മേളന നഗരി വിട്ട് പോയിട്ടുള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്നില്ല. ഇന്ന് പകുതിയിൽ അദ്ദേഹം ഇവിടെ നിന്ന് കൊല്ലത്തു നിന്നും മടങ്ങുകയായിരുന്നു. ഈ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ വിഷമമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടിയിൽ ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ നൽകുന്നത് ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം മാത്രം അടിസ്ഥാനമാക്കരുത് എന്നുള്ള കാര്യം അദ്ദേഹം പ്രത്യേകം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വീണ ജോർജിനെ ആയാലും അതോടൊപ്പം തന്നെ മറ്റുള്ള പലരെയും ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ മറ്റ് ജില്ലാ മാനദണ്ഡങ്ങൾ കൊണ്ടാണ് എന്നുള്ള കാര്യം വലിയ പ്രതിഷേധത്തിലാണ് ഇപ്പോൾ പത്മകുമാറും ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇനിയും ഇത്തരം മനോജ്, ഇപ്പോൾ വരുന്ന ഒരു വാർത്തയനുസരിച്ച് അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് പാർട്ടിയിൽ നിന്നും വലിയ സമ്മർദ്ദം സ്വാഭാവികമായും പത്മകുമാർ നേരിടുന്നുണ്ടാകും. 52 വർഷത്തെ ബാക്കി പത്രം എന്ന് പോസ്റ്റിൽ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം 1 മണിക്കൂറായി ആ പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ട് അതിനുശേഷം അദ്ദേഹം ഈ കൊല്ലത്തു നിന്നും അദ്ദേഹം മടക്കുകയാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു പ്രതിഷേധം അറിയിച്ചത് പിന്നാലെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിന് സമ്മർദ്ദം നേരിടേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ്. ഈ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അദ്ദേഹം. ഏറെക്കാലമായി തന്നെ അദ്ദേഹത്തെ പരിഗണിക്കാത്തതിലുള്ള വിഷമം അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ആ ഒരു ഉറപ്പ് കിട്ടിയത് കൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത് ഈ അവസാന ദിവസവും സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നത്. എന്നാൽ ഈ അവസാന ദിവസം അവഹേളിക്കപ്പെടുന്ന ഒരു കാര്യം അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട് ആ പോസ്റ്റിൽ. നമുക്കത് കൃത്യമായി വായിക്കുമ്പോൾ തന്നെ എത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തി പരിചയമെന്നും സംഘടനയെ എത്രത്തോളം സജീവമായിരുന്നിട്ടും അദ്ദേഹം ഈ അവഹേളനം നേരിടേണ്ടി വന്നുവെന്നും വ്യക്തമാണ്. എന്തായാലും ഈ ഒരു സമീപനം അത് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് നേതൃത്വം തിരുത്താൻ തയ്യാറാവണം. അല്ലെങ്കിൽ മനോജ്, CPM-നെതിരെ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പത്മകുമാർ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തു എങ്കിലും അദ്ദേഹം ആദ്യം പ്രകടമാക്കിയത് അദ്ദേഹത്തിന്റെ ആത്മരോഷം തന്നെയാണ്. മനോജാണ് കൊല്ലത്തു നിന്നും സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.